വിജയപ്രതീക്ഷയിലാണ് പാലായിലെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി. പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് 24-മായി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജോസ് കെ മാണി. മണ്ഡലം ചുറ്റും മഹിളകളിൽ ദിൽന മധുവും ക്രിസ്റ്റീന ചെറിയാനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ഈ മണ്ഡലം ചുറ്റി നമ്മൾ എത്തിയിരിക്കുന്നത് പാലായിലാണ്. പാലായിൽ ഒരു തിരഞ്ഞെടുപ്പ് യാത്ര തുടങ്ങുമ്പോൾ ഇതല്ലാതെ മറ്റൊരു വീട് ആ തുടക്കത്തിന് ഇല്ല എന്നതാണ് സത്യം, അല്ലേ കൃഷ്ണ? അതെ. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഇപ്പോഴത്തെ നാഥൻ ജോസ് കെ മാണി ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്, LDFന്റെ സ്ഥാനാർത്ഥി. നമുക്ക് അദ്ദേഹത്തോടൊന്നും സംസാരിച്ചു വരാം. ഒരുപാട് ആത്മവിശ്വാസത്തിലാണെന്നറിയാം. ഞാൻ എപ്പോഴും ഇങ്ങനെ പാലാ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴേ കെ മാണി സാറിനെ എപ്പോഴും ഓർക്കും. കാരണം അത്ര നല്ല റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ ആ ഒരു പാലായിൽ വന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്വാർത്ഥമായിട്ട് അദ്ദേഹം പാലാ മണ്ഡലത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണോ ഈ വർഷം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? പാലാ കേരളത്തിന് മാതൃകയല്ല, പക്ഷേ രാജ്യത്തിന് പോലും ഈ പറയുന്ന മലയാളികൾക്ക് പോലും അടയാളപ്പെടുത്തി ഒരു ബൃഹത്തായ പദ്ധതി വരുമ്പോൾ അതിൻ്റെ ആരംഭം പാലായിൽ നിന്നാണ്, അത് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകും. അപ്പോൾ പാലായുടെ ആ സുവർണകാലം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പാല എന്നത് ജോസ് കെ മാണിക്ക് ഹൃദയബന്ധമുള്ള ഒരാളാണ്. ആ ഹൃദയബന്ധം പാലായിക്കാർക്ക് ഉണ്ടോ? നമുക്കറിയാം, ഈ പറയുന്ന പാലായുടെ ഞരമ്പുകളിൽ ഒഴുകുന്ന ചോര എന്ന് പറയുന്നത് അത് KM മാണിയുടെയാണ്. അപ്പോൾ തീർച്ചയായും അത് പാലായുടെ മണ്ണ്, പാലായുടെ ഹൃദയം, അതിൻ്റെ നേരവകാശി എന്ന നിലയ്ക്ക് നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും പാലായാണ് നമ്മുടെ സ്വന്തം, പാലായാണ് നമ്മുടെ മണ്ണ്, പാലായാണ് നമ്മുടെ ഹൃദയം. അതിനൊരു സംശയവുമില്ല. ഈ വർഷം സാർ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? ഞാൻ നമ്പർ 1 ആയിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്നുള്ള രീതിയിലാണ്. കാരണം യൂത്തിന്, പ്രധാനമായും വരും തലമുറയ്ക്ക് അത് ഇവിടെ നിന്ന് പഠിക്കാനും ഇവിടെ നിന്ന് തൊഴിൽ കിട്ടാനും ഇനി അവർ മുന്നോട്ട് പോകാനുമുള്ള അത് ആദ്യത്തെ ഒരു അജണ്ടയായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, പുതിയ പദ്ധതികൾ കൊണ്ടുവരേണ്ടതുണ്ട്, അതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇത്രയേറെ ആത്മബന്ധമുള്ള, പാലയെക്കുറിച്ച് ഇത്രയേറെ സ്വപ്നമുള്ള ഒരാൾക്ക് പാലയിൽ മത്സരിക്കും ഞാൻ എന്ന് പറയാൻ അത്ര വൈകേണ്ട ആവശ്യമുണ്ടായിരുന്നു? പലരും ചോദിച്ചു പാലായിൽ മത്സരിക്കുമോ, ജോസ് കെ മാണി ഉണ്ടാകുമോ. മാധ്യമങ്ങൾ ചോദിച്ചു വേറൊരു സ്ഥലത്ത് പോകാൻ മേലെ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചൊരു വാക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പാലായുടെ ഒഴുകുന്ന ആ രക്തം, ഞരമ്പുകൾ കൂടി ഒഴുകുന്ന രക്തം, അത് KM മാണിയുടെയാണ്. അതിൻ്റെ നേരവകാശി എന്ന നിലയ്ക്ക് പാലായുടെ മണ്ണും പാലായുടെ ഹൃദയവും പാലായുടെ ജനങ്ങളും എല്ലാം നമ്മുടേതാണ്, എൻ്റേതാണ് എന്ന് ഞാൻ കരുതുന്നയാളാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ, സാറിൻ്റെ 2 മക്കളും മൂത്ത മരുമകനും അടക്കം 3 പേരെ പഠിപ്പിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് സാർ ആ ഫാമിലിയെ കൂട്ടിയിണക്കി കൊണ്ടുവന്നത്? കുടുംബ ബന്ധങ്ങൾക്ക് അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി പാലായിലെ കുടുംബങ്ങളിലേക്ക് ഇടിച്ചു കയറാനായിട്ട് ഓൾറെഡി ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഓരോ കുടുംബത്തിലേക്കും എന്താണ് ഒരു തന്ത്രം? ആരെയാണ് പഠിപ്പിച്ചത്? ഋതിക, പ്രിയങ്ക, കുര്യൻ. ഓക്കെ, ഇവരെല്ലാം പഠിപ്പിച്ച എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച ഒരു ടീച്ചറാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഋതിക അവർ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, എറണാകുളത്ത് അതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാണ് ഋതിക ആ എറണാകുളത്തേക്ക് പോയത്, അല്ലെ തിരിച്ചെന്നും രാത്രി വന്നത്? KSRTC ബസ്സിലാണ്. അത് കല്യാണം കഴിഞ്ഞു കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ കുറേ നാൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് ഏർക്കാട് പഠിച്ചു. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ്. അന്ന് എൻ്റെ പിതാവ് മന്ത്രിയാണ്, പക്ഷേ ഞാൻ ആ പേര് ഉപയോഗിക്കും. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എൻ്റെ സഹപാഠികളോട് ചോദിച്ചാൽ പറയും. അപ്പം നമ്മൾ ഏത് തരത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയണം എന്ന് നമ്മൾ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിട്ട് ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നയാളാണ്. സാധാരണക്കാരുമായിട്ട് ഞാനാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അതുമായി റിലേറ്റ് ചെയ്യുവാനും അവരെപ്പറ്റി പഠിക്കുവാനും അവരുമായിട്ട് ഇടപെടുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പാലായുടെ ശബ്ദം, പാലായിലെ ആ കുടിയേറ്റ കർഷകരുടെയും ചെറുനഗരവാസികളുടെയും വ്യാപാരികളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും ശബ്ദം നിയമസഭയിൽ വീണ്ടും KM മാണി സാറിനേക്കാൾ കരുത്തോടുകൂടെ ഉയർത്താൻ അങ്ങേക്ക് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.